എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ബൗണ്ടി ബെറീസ് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ ഫ്രാങ്കിക്കും ഗവൺമെന്റ് ബൗണ്ടി ഇട്ട് കഴിഞ്ഞു. സോംബയും ടീംസും ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് നിങ്ങൾ ഫ്രാങ്കിയെ കൂടെ ഇവിടുന്ന് കൊണ്ടുപോകണം. അവൻ ഇനിയും ഇവിടെ ചുറ്റിത്തിരിയാണെങ്കിൽ ഉറപ്പായിട്ടും ഗവൺമെന്റിന്റെ ആൾക്കാര് അവനെ പിടിച്ചോണ്ട് പോവും. അവനെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും അവര് വെറുതെ വിടില്ല. സോ നിങ്ങൾ അവനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവർ റിക്വസ്റ്റ് ചെയ്യും. ലൂഫിക്ക് ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. കാരണം ഒരുപാട് കാലായി ഒരു ഷിപ്പ് റൈറ്റ്സിനെ നോക്കി അവനങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ തേടിയ വള്ളി കാലെ ചുറ്റി. കാരണം ഫ്രാങ്കി അവൻ വാട്ടർ 7 വെച്ച് ഷിപ്പ് റൈറ്റ്സ് ആയിട്ടുള്ള നമ്പർ 1 ആൾക്കാരില് ഒരാളാണ്. സോ അവനെ കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരിപ്പോ കപ്പല് ലക്ഷ്യമാക്കി അങ്ങനെ നടക്കാൻ തുടങ്ങും. സോംബയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. ഉടനെ സോംബെ അവനിപ്പോ ലൂഫിയുടെ കൈ പിടിച്ച് പറയും, ഫ്രാങ്കിയെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവൻ ഇവിടുന്ന് പോകുന്നതും ഞങ്ങളോട് യാത്ര പറയുന്നതും കാണാൻ ഞങ്ങൾക്ക് കരുത്തില്ല. സോ ഞങ്ങൾ നിങ്ങളെ യാത്ര അയക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടന്നു പോകും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉടനെ ഓരോരോ സാധനങ്ങളായിട്ട് അവർ പാക്ക് ചെയ്ത് വെക്കും. പക്ഷെ സാഞ്ചി അവനാണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റിലാണ്. കാരണം മറ്റൊന്നുമല്ല, അവന്റെ പോസ്റ്ററില് അവന്റെ ഫോട്ടോ കൊടുത്തത് വളരെ ബോറായി പോയി. അതും പറഞ്ഞ് അവിടെ കിടന്ന് നിലവിളിക്കാൻ തുടങ്ങും. സോറോ പറയും, അത്രയെങ്കിലും വൃത്തി കിട്ടിയത് നിന്റെ ഭാഗ്യം, ഇതിനൊന്നും വലിയ കാര്യമില്ല, നീ എത്രയും പെട്ടെന്ന് പോവാൻ റെഡിയാവാൻ നോക്ക്. അത് കേട്ട് സാഞ്ചിക്ക് കലി ഇളകും. നീ ഈ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്ക്, ഇതെന്റെ മുഖം തന്നെയാണോ? ഇത്രയും വൃത്തികെട്ട ഫേസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു വാണ്ടഡ് പോസ്റ്റർ ആണ് ലോകം മുഴുവൻ പബ്ലിഷ് ആവാൻ പോകുന്നത്. സോ ഒരുപാട് പെൺകുട്ടികൾ എന്റെ ഈ ഫോട്ടോ കണ്ട് മുഖം തിരിച്ചു കളയും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. മറ്റൊരു ഭാഗത്ത് നാമി അവളാണെങ്കിൽ അവളുടെ ഫോട്ടോ കണ്ട് ഒത്തിരി സന്തോഷിക്കും. കാരണം അവളുടെ ഇത്രയും നല്ല അടിപൊളി ഫോട്ടോ അവൾക്ക് മുൻപ് കിട്ടിയിട്ടില്ല. ഉടനെ ചോപ്പർ അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്കെല്ലാവർക്കും നല്ല ബൗണ്ടി എമൗണ്ട് ഉണ്ട്, പക്ഷെ എന്റെ മാത്രം ബൗണ്ടി എമൗണ്ട് അതവര് വല്ലാതെ കുറച്ചു കളഞ്ഞു. ലൂഫി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അവനെ സമാധാനിപ്പിക്കും. അതിനുശേഷം അവര് ബാഗൊക്കെ പാക്ക് ചെയ്ത് പുതിയ കപ്പലിൽ യാത്ര ചെയ്യാൻ തയ്യാറായി അങ്ങനെ നടന്ന് പുറത്തേക്ക് വരും. കട്ട് ചെയ്ത ആ മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സ് കാണിക്കും. അവിടെയാണെങ്കിൽ ഏതോ ഒരു നേവി ഉദ്യോഗസ്ഥൻ അവൻ നമ്മുടെ ആൾക്കാരുടെ എല്ലാവരുടെയും ബൗണ്ടി പോസ്റ്റ് അതങ്ങനെ നിരത്തി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ്. 600 മില്യൺ ബൗണ്ടി. ഇത്രയും പേർക്ക് 600 മില്യൺ ബൗണ്ടിയാണ് റിവാർഡായി കൊടുത്തിരിക്കുന്നത്. ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഒരുപാട് ചിത്രങ്ങൾ ആ നേവി ക്യാപ്റ്റന്റെ കയ്യിലേക്ക് സേഫ് ആയിട്ട് കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാർ ഒത്തിരി സന്തോഷത്തോടു കൂടെ പുതിയ കപ്പലിൽ ട്രാവൽ ചെയ്യാൻ കടലിനടുത്തേക്ക് വരികയാണ്. അതേസമയം കടലില് നമ്മുടെ ആൾക്കാരുടെ പുതിയ കപ്പല് വലിയ തുണിയൊക്കെ ഇട്ട് മൂടി അതിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഐസ്ബർഗ് അവൻ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അടുത്ത സെക്കൻഡ് ലൂഫിയും ടീമും ഫ്രാങ്കിയുടെ പേര് വിളിച്ച് അവിടേക്ക് ഓടിയെത്തും. ഐസ്ബർഗ് പറയും, കുറച്ചു മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു, അല്പം മുൻപ് എവിടേക്കോ പോയി, പക്ഷെ കുഴപ്പമില്ല, നിങ്ങളുടെ കപ്പല് അത് റെഡിയാണ്, അത് ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവൻ പതിയെ പതിയെ അതിന്റെ മേലിട്ട തുണി അത് വലിക്കാനായിട്ട് തുടങ്ങും. ആക്ച്വലി ഫ്രാങ്കി അവൻ ഈ കപ്പലിന്റെ ബ്ലൂ പ്രിന്റ് അത് കാണിച്ചപ്പോ തന്നെ ഐസ്ബർഗ് ഷോക്കായിരുന്നു. ഇത്രയും പവർഫുൾ ആയ ഒരു ഡിസൈൻ അവൻ എവിടെയും കണ്ടിട്ടില്ല. ഐസ്ബർഗ് പറയും, തീർച്ചയായിട്ടും ഈ കപ്പല് നിങ്ങൾക്കൊരു അസറ്റ് തന്നെയാണ്, ഇതുപയോഗിച്ച് എവിടെ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് ട്രാവൽ ചെയ്ത് പോകാൻ കഴിയും. ലൂഫിക്കും നമ്മുടെ ആൾക്കാർക്കും ആവേശം കയറി കയറി വരും. അടുത്ത നിമിഷം ഐസ്ബർഗ് പറയും, ഇതാണ് നിങ്ങളുടെ പുതിയ കപ്പൽ കിങ് ഓഫ് ആനിമൽ എന്നും പറഞ്ഞ് നല്ല അടിപൊളി ഡിസൈനുകളൊക്കെ ആയിട്ട് ഒരു വലിയ ബ്രഹ്മാണ്ഡ കപ്പല്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കണ്ണടയ്ക്കാൻ തോന്നില്ല. അവരൊരു സെക്കൻഡ് പോലും കണ്ണ് ചിമ്മാതെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കും. എന്റെ സ്വത്ത് കൂട്ടുകാർക്ക് ഗോഹിൻമറി കപ്പലാണോ അതോ ഈ പുതിയ കപ്പലാണോ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇപ്പൊ കപ്പലിലേക്ക് സന്തോഷത്തോടു കൂടെ ഓടിക്കയറി അതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇന്റീരിയേഴ്സ് ഒക്കെ അടിപൊളിയാണ്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ ഡിസൈൻസ് ഒക്കെ ആഡ് ചെയ്ത് ഒരു അടിപൊളി സെറ്റപ്പ് കപ്പലിലെ ഗാർഡൻ ഒക്കെ കണ്ട് നമ്മുടെ ലൂഫി അവനാണെങ്കിൽ അതിൽ കിടന്ന് ഉരുളാടും. അതേസമയം ഇവിടെ ഐസ്ബർഗ് അവൻ നാമിയോട് പറയും, നിങ്ങൾ ഇത്രയും കാലം ഉപയോഗിച്ചത് ഒറ്റ പായ് മാത്രമുള്ള ഒരു കപ്പലാണ്, ഇതിന് 2 പായുണ്ട്, എത്ര സ്പീഡിൽ വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപയോഗിച്ച് പോകാൻ കഴിയും. ഉടനെ നാമി അവളിപ്പോ ഫ്രാങ്കിയെ അന്വേഷിക്കും. അപ്പോഴായിരിക്കും അവൻ പറയാ, ഫ്രാങ്കിക്ക് വീണ്ടും നിങ്ങളെ ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ അവൻ ഇവിടുന്ന് പോയത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ മുഖത്തോട് മുഖം നോക്കി നിൽക്കും.
ഉടനെ ഐസ്ബർഗ്, നിങ്ങൾക്ക് അവനെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പ്ലാനുണ്ടല്ലേ? ആ കാര്യവും ഫ്രാങ്കി അറിഞ്ഞു. ആക്ച്വലി ഫ്രാങ്കിക്കും എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളെപ്പോലെ തന്നെ കറങ്ങി നടക്കാൻ ഇഷ്ടമാണ്. നിങ്ങൾ വിളിച്ചാൽ ഒരു പക്ഷേ അവൻ വന്നു പോവും. പക്ഷെ അവനാണെങ്കിൽ ഈ ഒരു ഐലാൻഡ് വിട്ടു പോവാൻ മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ആരുടെയും കണ്ണിൽ പെടാതെ അവനിപ്പം മറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയും, ദയവ് ചെയ്ത് നിങ്ങൾ അവനെ കൂട്ടിക്കൊണ്ടു പോകണം. ഒരു കാരണവശാലും ഇവിടെ അവനെ നിർത്തരുത്. ഇവിടെ അവനെ നിർത്തിക്കഴിഞ്ഞാൽ അവന്റെ ജീവൻ അത് ആപത്താണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ സോംബി ആൻഡ് ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ ഫ്രാങ്കി പോകുന്ന ദുഃഖം അതവർക്ക് താങ്ങാനാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ലോങ് ഷോട്ടിലായിട്ട് അവർ ഫ്രാങ്കിയെ കാണും. ഫ്രാങ്കിയെ കണ്ട് ഷോക്കായ അവരെല്ലാവരും ഇപ്പൊ ഫ്രാങ്കിയുടെ അടുത്തേക്ക് ഓടിയെത്തും. അവർ ഫ്രാങ്കിയോട് ചോദിക്കും, എന്തുപറ്റി, നിങ്ങൾ പോയില്ലേ? ഇവിടെ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണോ? അതിന് ഫ്രാങ്കി അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരു കാരണവശാലും ഇവിടുന്ന് പോവില്ല. ഞാൻ പോയാ ഒന്നും ശരിയാവില്ല. ഉടനെ അവരാണെങ്കിൽ ഫ്രാങ്കിയുടെ കാല് പിടിച്ച് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നിങ്ങൾ പോണം, നിങ്ങളുടെ ജീവൻ അത് അപകടത്തിലാണ്. ഇത് മാത്രമല്ല, ലൂഫി ആൻഡ് ടീമിന് ഇപ്പോ നിങ്ങളെപ്പോലെ ഒരുപാട് കഴിവും സ്കില്ലും ഉള്ള ഒരു ഷിപ്പ് റൈറ്റിന് ആവശ്യമാണ്. സോ നമുക്ക് ചെയ്ത ഉപകാരം അത് മറക്കാൻ പാടില്ല. സോ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ അവരുടെ കൂടെ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവരിപ്പോ ഫ്രാങ്കിയെ നിർബന്ധിക്കും. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ ഉറപ്പിച്ചു പറയും, ഒരു കാരണവശാലും ഞാൻ എന്റെ ഐലാൻഡ് വിട്ട് പോവില്ല. ഉടനെ സോംബെ അവനിപ്പോ ഫ്രാങ്കിയുടെ ബൗണ്ടി പുറപ്പെടുവിച്ച ആ ഒരു പോസ്റ്റർ കാണിച്ചു കൊടുക്കും. നീയും ഇപ്പോ ഗവൺമെന്റിന്റെ കണ്ണില് വലിയൊരു ശത്രുവാണ്. അവരുടെ കയ്യില് നീ പെട്ടുപോയാൽ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല. ലൂഫി ആൻഡ് ടീം അവരുടെ പവർ കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോ ജീവനോട് കൂടെ ഇവിടേക്ക് തിരികെ എത്തിയത്. സോ നീ ഇവിടെ ഒറ്റപ്പെട്ടു പോയാ ഉറപ്പായിട്ടും അവര് വളരെ ഈസി ആയിട്ട് നിന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകും. സോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായിട്ടും അവർ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഉടനെ ഫ്രാങ്കി ചോദിക്കും, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ജീവിക്കാനാവില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം, നിങ്ങളുടെ ബേസിക് നീഡ്സ് അത് നടക്കണം. അതിനെല്ലാം ഞാനിവിടെ നിന്നേ പറ്റൂ. അവനത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഗ്യാപ്പില് ഒരു ഉണ്ടച്ചക്കൻ അവൻ ഓടി വന്ന് ഫ്രാങ്കിയുടെ ജട്ടി അതങ്ങനെ വലിച്ചൂരും. ഉടനെ ഓരോരുത്തർക്കായിട്ട് ആ ജട്ടി കൈമാറി അവരാണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. ഫ്രാങ്കി നിലവിളിച്ചു പറയും, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ജട്ടിയുമായിട്ട് ഓടും, നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയ ഉറപ്പായിട്ടും ഇടിച്ച് ചമ്മന്തിയാക്കും. പക്ഷെ അവരാണെങ്കിൽ വിട്ടുകൊടുക്കാതെ കട്ടയ്ക്ക് ഓടും. അവര് പരസ്പരം പറയും, ഒരു കാരണവശാലും ഇതവന് കിട്ടാൻ പാടില്ല. ഇത് ഫ്രാങ്കിയുടെ പുതിയ ജട്ടിയാണ്, ഇതിനുവേണ്ടി അവൻ എവിടെ വരെ വേണമെങ്കിലും വരും. ലൂഫിയെ കണ്ട് അവന്റെ കയ്യിൽ ഈ ജട്ടി കൊടുക്കുന്നത് വരെ നമ്മൾ നിൽക്കാനായിട്ട് പാടില്ല. ഇവിടെ ഫ്രാങ്കിക്കാണെങ്കിൽ ഒരു നാണവും മാനവും ഇല്ലാതെ അവൻ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഉഷാറായിട്ട് ഓടി വന്ന് അവരെ ഓരോരുത്തരായിട്ട് ഇടിച്ചു വലിച്ച് ഇടിക്കാൻ തുടങ്ങും. മാത്രമല്ല, ചുറ്റുമുള്ള ബിൽഡിംഗ് മുഴുവൻ അവൻ തല്ലി തകർത്തും ചവിട്ടി പൊളിച്ചും മുൻപോട്ട് കുതിച്ചു പായും. ഗേൾസും കുട്ടികളും എല്ലാവരും ഇപ്പോ ഫ്രാങ്കിയുടെ സസ്പെൻസ് കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അത് കണ്ട ഒരാള് ഇപ്പൊ നിലവിളിച്ചു പറയും, കുട്ടികളും സ്ത്രീകളും ഇവിടേക്ക് വരാൻ പാടില്ല, ഇവിടെ വലിയൊരു ആപത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ എല്ലാവരെയും തല്ലി തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ജട്ടിയുള്ള ഒരേ ഒരുത്തൻ മാത്രമാണ് ബാക്കിയുള്ളത്. അവന്റെ തൊട്ടു പിന്നാലെ തന്നെ ഫ്രാങ്കി ഉണ്ട്. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടിലായി നമ്മുടെ കഥാനായകൻ ലൂഫി. അവനാണെങ്കിൽ ജട്ടി എനിക്കിതാ എന്ന് വിളിച്ചു പറയും. ഉടനെ ഫ്രാങ്കിയുടെ അസിസ്റ്റന്റ് അത് ലൂഫിയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കും. ലൂഫി ഉഷാറായിട്ട് ഇപ്പൊ കപ്പലിലേക്ക് ഓടും. അവൻ ലൂഫിയോടും ജെട്ടി തിരികെ തരാൻ പറയും. നീ കപ്പലിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ജെട്ടി തരാന്ന് പറഞ്ഞ് ലൂഫി കുതിച്ചു പായും. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ കപ്പലിലുള്ള ഓരോരോ ഫെസിലിറ്റി ലൂഫിക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ലൂഫി അതൊക്കെ കേട്ട് അവന്റെ കയ്യിലുള്ള ജെട്ടി അത് ചോപ്പറിന്റെ കയ്യിൽ കൊടുക്കും. കറക്റ്റ് സമയത്ത് സോറയും വീണ് നമ്മുടെ ഫ്രാങ്കിയെ അവൻ അങ്ങനെ ലോക്ക് ചെയ്ത് വലിയൊരു പീരങ്കിക്കകത്ത് അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും. അതിനുശേഷം അത് കപ്പലിന് നേർക്ക് ഫോക്കസ് ചെയ്യും. അടുത്ത സെക്കൻഡ് ഒരൊറ്റ അടി ഫ്രാങ്കി അങ്ങനെ തെറിച്ചുപോയി നല്ല അടിപൊളി പോസില് കപ്പലിൽ വീഴും. ജനങ്ങളും നമ്മുടെ ആൾക്കാരും എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് ചിരിക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും ആ ജട്ടി തൂക്കി കാണിക്കും. ഫ്രാങ്കി, ഞാൻ ഇപ്പോഴും പറയാണ്, നിനക്ക് നിന്റെ ജട്ടി വേണമെങ്കിൽ മര്യാദക്ക് ഞങ്ങളുടെ ടീമിൽ വന്ന് ചേര്. അത് കേട്ട് ഫ്രാങ്കി അവനങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.